നമസ്കാരം മഹാസുഹൃത്തുക്കളെ. പുറപ്പാട് 11:17 യഹോവയുടെ കോപം അവന്റെ നേരെ ജ്വലിക്കും, അവന്റെ ആകാശങ്ങളെ പിടിച്ചുകെട്ടും, കാർമേഘങ്ങളെ അപ്രത്യക്ഷമാക്കും. അത് ഇസ്രായേലിന്റെ ശത്രുവിന്റെ മുകളിൽ കാർമേഘം പോയിട്ട് മേഘങ്ങൾ പോലും ഉണ്ടാകില്ല. ആ ബൈബിൾ വചനം പൂർത്തിയായിരിക്കുകയാണ് ഇറാന്റെ കാര്യത്തിൽ. ഇറാനിൽ വെള്ളമില്ല, ചുറ്റുപാടും വെള്ളമാണ്. കാസ്പിയൻ സീ ഓഫ് ഒമാൻ കിടപ്പുണ്ട്, ഒമാൻ കടലെടുക്ക്, പേർഷ്യൻ കടലെടുക്ക്. ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. പ്രസിഡന്റ് പെഷ്കിൻ പറഞ്ഞിരിക്കുകയാണ്, ഒളിച്ചോടുക. ടെഹ്റാൻ തലസ്ഥാനം നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടുന്ന് എല്ലാവരും ഓടിക്കേണ്ടി വരേണ്ടിയിരിക്കും. ജനുവരി അല്ലെങ്കിൽ ഡിസംബറിനുള്ളിൽ മഴ പെയ്തില്ലെങ്കിൽ 1 കോടിയോളം ജനങ്ങൾ വസിക്കുന്ന ടെഹ്റാനിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ഇറാനെ പറ്റി. പുലിക്കുട്ടിയാണ്, ഇരട്ടച്ചങ്കനാണ് എന്ന് പറയുന്ന ഒരു കൂട്ടര് പറയുന്ന രാജ്യത്തെ പറ്റിയാണ്. ടെക്നോളജി ഇല്ല, ഒന്നുമില്ല. ഡാമുകൾ വറ്റി വരണ്ടിരിക്കുകയാണ്. ക്ലൗഡ് സീഡിങ് ആരോ പറയുന്നത് കേട്ടു, അവിടെ ക്ലൗഡ് സീഡ് ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യും, കൃത്രിമ മഴ പെയ്യിക്കാമെന്ന്. അങ്ങനെ ഇവിടെ നിന്ന് കുറെ പഴഞ്ചൻ വിമാനങ്ങളൊക്കെ വന്ന് അവർ വെയിറ്റ് ചെയ്തു. ആഴ്ച രണ്ടായിട്ടും കാർമേഘം പോയിട്ട് മേഘം പോലുമില്ല. മേഘമുണ്ടെങ്കിലേ ക്ലൗഡ് സീഡിങ് ചെയ്യാൻ പറ്റൂ. ക്ലൗഡ് സീഡിങ് ചെയ്യണ്ടേ? മേഘമില്ല, അവർ തിരിച്ചുപോയി. അങ്ങനെ അതും സ്വാഹ. വർഷങ്ങളോളമായിട്ടുള്ള ഒരു കൂട്ടർ പറയുകയാണ്, ഇറാനിൽ അവിടെ സ്ത്രീകൾ ഹിജാബ് ധരിക്കാത്തത് കൊണ്ടുള്ള രോഷമാണ്, അതുകൊണ്ടാണ് മഴ കിട്ടാത്തത്. സ്ത്രീകൾ ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ മഴ കിട്ടുമെന്നാണ് അവിടെ ഒരു കൂട്ടർ പറയുന്നത്. എന്താണ് യഥാർത്ഥ കാരണം? കാരണം വേറൊന്നുമല്ല, ബുദ്ധിയില്ലായ്മ, വിവരക്കേട്. വേറെന്തുകൊണ്ട്? ചുറ്റുപാടുമുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇസ്രായേൽ ആയാലും, കുവൈറ്റ് ആയാലും, ഖത്തർ ആയാലും, സൗദി ആയാലും, ജോർദാൻ ആയാലും എല്ലാവരും ആരുടെ ടെക്നോളജിയെ കടം വാങ്ങിച്ചിരിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാനായിട്ട്, ഉപ്പുവെള്ളം ശുദ്ധീകരിക്കുന്ന റിവേഴ്സ് ഓസ്മോസിസ് IDE ടെക്നോളജി എന്നുള്ള കമ്പനി ജൂതനാണ് ഈ ആദ്യം ഉണ്ടാക്കിയത്. അവനറിയാമായിരുന്നു ജോർദാനിൽ നിന്ന് വരുന്ന അവരുടെ സ്രോതസ്സുള്ള വെള്ളത്തില്, ആ നദിയില്, ജോർദാൻ നദിയില് വിഷം കലക്കി ഒരു ദിവസം ജൂതന്മാരെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ജൂതൻ വെള്ളം ശുദ്ധീകരിക്കാൻ, ഉപ്പ് വെള്ളം ശുദ്ധീകരിക്കാനുള്ള ടെക്നോളജിയുമായി മുന്നോട്ട് പോയി റിവേഴ്സ് ഓസ്മോസ് ഉണ്ടാക്കി. അതായത് ലോകം മുഴുവൻ അത് വിറ്റുകൊടുത്തു. ഇന്ന് കുവൈറ്റിലെ 93% കുവൈറ്റിലെ വെള്ളവും റിവേഴ്സ് ഓസ്മോസ് ടെക്നോളജിയാണ്. ഖത്തറിൽ 48%, UAE 42%, സൗദിയിൽ 90%. എല്ലാവരും ജൂതന്റെ ഉപയോഗിക്കുക. ഇവർക്ക് ടെക്നോളജി ഇല്ല, അറിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള കഴിവുമില്ല. അതുകൊണ്ട് എന്ത്? ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. അത് മാത്രമല്ല, ടെക്നോളജി ഉപയോഗിക്കാതെ മാത്രമല്ല, അനിയന്ത്രിതമായ ഡാമുകൾ ഉണ്ടാക്കുക കണ്ടോടത്തൊക്കെ. അതായത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലൊരു സൊസൈറ്റി ഉണ്ടല്ലോ, അതുപോലെ തന്നെയുണ്ട് ഈ ഒരു ഇറാനിലും ഉണ്ട്. സ്വന്തം അവിടുത്തെ മേജർമാർക്ക് വേണ്ടി അവരുടെ IRGC എന്ന് പറയുന്ന സംഘടന തന്നെയാണ് അതെല്ലാം പണിയുന്നത്. അവരുടെ റോഡുകളും അവിടുത്തെ പാലങ്ങളും അവിടുത്തെ ഡാം എല്ലാം പണിയുന്നത് ഇവരാ. കണ്ടോടത്തൊക്കെ ഡാം പണിത്, ആ ഡാമൊക്കെ പണിത് വറ്റി വരണ്ട്. അതായത് മഴ തപ്പി നടക്കുന്ന ഒരു അണുബോംബ്, മഴയില്ലാത്ത ഒരു അണുബോംബ് തപ്പാൻ പോയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ ജനങ്ങൾ, ഈ വാട്ടർ ബാങ്ക്രപ്സി, ജനങ്ങളുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കുക. $1 ബില്യൺ കഴിഞ്ഞ മാസം വരെ ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തിരുന്നത്. ആ 1 ബില്യൺ എന്ന് പറഞ്ഞ 1000 കോടി. ആ പണം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് 1000 മില്യൺ എന്ന് പറയുന്ന ആ പണം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അത് ഒരു 10 ഡാം കെട്ടിക്കൂടായിരുന്നു ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാനായിട്ട്. ഇന്ന് അവർ പല കടകളും സ്ഥാപനങ്ങളും വ്യവസായങ്ങളും അടച്ചുപൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വെള്ളം വേസ്റ്റ് ആക്കുന്നു. ഏതൊരു പ്രാചീന കാലത്തേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ. എന്നിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഗീർവാണം അടിക്കുകയാണ്, ഞങ്ങളുടെ പുലിയാണ്, തൊലിയാണെന്നുള്ളത്. ഇസ്രായേലിന്റെ ബുദ്ധി, ജൂതനാണ് IDE ടെക്നോളജി. വല്ല തിരിച്ചുവരവുണ്ടോ? തിരിച്ചുവരവ് വളരെ അസാധ്യമാണ് ഇറാന്. കാരണം വെള്ളമില്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷുബ്ധരായിരിക്കും. ഇതാണ് എല്ലാവർക്കും അറിയാം, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വർഷങ്ങളോളമായിട്ടുള്ള ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഭരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ആ രാജ്യത്തിന്റെ അവസ്ഥ? കണ്ടില്ലേ? വെള്ളമില്ല, ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. ജനങ്ങളോട് വെള്ളം കുടിക്കരുത്, നിങ്ങൾ തലസ്ഥാനം വിട്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അതുപോലും അറിയാതെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇനിയും വിശ്വസിക്കുകയാണ് ഇവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ. ഇന്നലെയാണ് ഈ വിവരം കേട്ടത്. അതായത് സൗദി രാജാവ് ബിൻ സൽമാൻ വൈറ്റ് ഹൗസിൽ വന്നപ്പോൾ ഒരു കത്തുമുണ്ടെന്ന്. ആരുടെ കത്ത്? ഇറാന്റെ രാജാവിന്റെ, ഇറാൻ പെഷ്കിന്റെ പ്രസിഡന്റിന്റെ കത്താണ്. അത് ക്ഷമിക്കണം, നിരുപാധികം ഞങ്ങൾ ക്ഷമിക്കണം, തെറ്റു പറഞ്ഞുകൊണ്ട്. ഇന്നലെ വൈറ്റ് ഹൗസിലെ ചർച്ചയിൽ ഇതും ഒരു വിഷയമായിരിക്കുകയാണ്. ഇറാൻ നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുക, ഞങ്ങളൊന്നും ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാ? ഇറാന്റെ ആര്, എവിടെ, എന്ന് എല്ലാം മൊസാദിനറിയാം, ഇസ്രായേലിനറിയാം.
ഇനി ഒന്നും പറയുന്നില്ല, പ്രകോപനപരമായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾ ആളുകൾ സന്തോഷമാക്കാനായിട്ട്. പക്ഷെ ഞങ്ങൾ ഒന്നിനുമില്ല എന്ന് നിരവധികം മാപ്പ് എഴുതി കൊടുത്തിട്ട് ആ ലെറ്റർ കൊണ്ടാ വന്നിരിക്കുന്നത് സൽമാൻ. പല മാധ്യമങ്ങളും പുറത്തു വിട്ടിരിക്കുക. നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്ക്. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും നാട്ടിലെ കേരള മാധ്യമങ്ങൾക്കൊന്നും ന്യൂസേ അല്ല. അവിടെ വെള്ളമില്ല, ജനങ്ങൾ നെട്ടോട്ടം പോവുകയാണ്. എന്നിട്ട് പോലും അതിന്റെ കാരണങ്ങൾ കണ്ടില്ലേ? കാരണങ്ങൾ വേറൊന്നുമല്ല, ബുദ്ധി സ്ഥിരതയില്ലായ്മ. ആകെ വേണ്ടെന്ന മിസൈൽ വേണം. ഇതുപോലത്തെ മിസൈൽ പൊക്കി വെച്ചിട്ട് അത് കാണിച്ചിട്ട് പറയാ, ആ കണ്ടോ കണ്ടോ കണ്ടോ, ഇതാണ് നടക്കുന്നത്.